ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകുന്ന ഭാഗത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധ ആത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്ന ദൈവത്തിൻ്റെ വചനം എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലും. ഈ വിശുദ്ധ പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ പോകുന്ന ദൈവജനവുമായി സംസാരിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു വാക്കാണ് ഈ വചനഭാഗത്തിലേക്ക് എന്നെ നയിക്കുവാനിടയായിത്തീർന്നത്. ആ വാക്കിതാണ് പ്രാപിക്കുക എന്നൊരു വാക്ക്. പ്രാപിക്കുക. ഈ വാക്ക് നമ്മൾ വചനത്തിൽ അനേക പ്രാവശ്യം കാണുവാനിടയായിത്തീരുന്നുണ്ട്. ഒരു വ്യക്തി പ്രാപിക്കണമെങ്കിൽ അതിന് അവൻ പരിശ്രമിക്കണം. അവൻ അതിനുവേണ്ടി ചിലപ്പോൾ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ പ്രാപിക്കേണ്ട വ്യക്തിക്ക് ആവശ്യബോധം തോന്നണം, അതിനുവേണ്ടി പരിശ്രമിക്കണം, അതിനുവേണ്ടി വില കൊടുക്കണം. എന്ന് വെച്ചാൽ ആ വ്യക്തി അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്ന വേദഭാഗത്തിൽ കൃപ പ്രാപിക്കുവാനായി കൃപാസനത്തിൽ ചെല്ലുക. അപ്പോൾ കൃപാസനം എന്ന പദം തന്നെ നമ്മളെ അർത്ഥമാക്കുന്നത് അവിടെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ട സകല നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമായത്. പ്രൈസ് ലോർഡ്. പ്രത്യേക പഴയ നിയമ ഭക്തനെയും സംബന്ധിച്ചോളം ഈ സ്ഥലത്തിന് ഒത്തിരി പ്രാധാന്യതയുണ്ട്. ആ കൃപാസനം എന്ന് പറയുന്ന സ്ഥലം, മേഴ്സി സീറ്റ് എന്ന് പറയുന്ന സ്ഥലം ഒരിക്കലും ഒരു പഴയ നിയമ ഭക്തന് അവൻ്റെ ജീവിതത്തിൽ കാണാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലമാണ്. ആകെ കാണാൻ പറ്റുന്നത് മഹാപുരോഹിതന് ആണ്ടിലൊരിക്കൽ, അതും അവന് നറുക്കു വീണ് അവൻ അതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട് വേർതിരിക്കപ്പെട്ട് ഒത്തിരി കടമ്പകൾ കടന്നെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് പോലും ആ സ്ഥലത്തെത്തിയതൊന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്തോത്രം, ആ കൃപാസനത്തിൽ ഇന്ന് പുതിയ നിയമ ഭക്തന് ധൈര്യത്തോടെ ചെല്ലാം. ഇന്നലകളിൽ ധൈര്യത്തോടെ ചെല്ലാൻ പറ്റില്ല. അതിനൊത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവനൊരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ആ കൃപാസനത്തിൻ്റെ അടുക്കൽ തിരിച്ചു പോരുകയില്ല. ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് ഉള്ള ആ സ്ഥലത്തേക്ക് പുതിയ നിയമഭക്തന് ധൈര്യത്തോടെ ചെല്ലാൻ കഴിയുന്നതിൻ്റെ കാരണം മുകളിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ ആ കൃപാസനത്തിൽ ഒരു മഹാപുരോഹിതൻ നിൽക്കുന്നുണ്ട്. ഒരു മഹാപുരോഹിതൻ. ആ മഹാപുരോഹിതൻ ആരാ? നമുക്കുള്ള മഹാപുരോഹിതൻ എന്ന് വെച്ചാൽ യേശു അവിടെ നിൽക്കുകയാണ്. നാമുമായി ബന്ധമുള്ള ഒരാൾ അവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് ധൈര്യം. ഇല്ലെങ്കിൽ നമുക്ക് ധൈര്യമില്ല. കാരണം അന്യനല്ല അവിടെ നിൽക്കുന്നത്. അവിടെ നിൽക്കുന്നത് യേശുവാണ്. 2, അത് നമുക്ക് ബന്ധമുള്ള, നമ്മളെ അറിയുന്ന, നമ്മളെ മനസ്സിലാക്കാൻ കഴിവുള്ള, നമ്മളെ ഉൾക്കൊള്ളാൻ കഴിവുള്ള ഒരു മഹാപുരോഹിതൻ അവിടെ നിൽക്കുകയാണ്. മാത്രമല്ല, കൃപാസനത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആ സകലവിധ കൃപയും തരാൻ മനസ്സലിവുള്ള, ആ നമുക്ക് വേണ്ടി സകലതും ചെയ്തു തരാൻ കഴിവുള്ള ഒരു മഹാപുരോഹിതൻ അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് അവിടെ ചെല്ലാനുള്ള ധൈര്യം. ഇതൊക്കെ ഉണ്ടെങ്കിലും, ഇത് ധൈര്യമുണ്ട്, നമ്മുടെ മഹാപുരോഹിതൻ അവിടെ ഉണ്ട്, പ്രൈസ് ലോർഡ്, നമ്മെ നന്നായിട്ട് അറിയാവുന്നയാളാണ്. പക്ഷേ അതെല്ലാം ഉണ്ടെങ്കിലും പ്രൈസ് ലോർഡ് അവിടെ പറയുകയാണ് കൃപ പ്രാപിക്കേണ്ടത്. അപ്പം കൃപ പ്രാപിച്ചെടുക്കേണ്ടത്, സ്തോത്രം, എല്ലാം അവിടെ ഉണ്ട്. സത്യമാണ്. കൃപാസനത്തിൽ ചെല്ലുകയും ചെയ്തു. പക്ഷേ അവിടെ പ്രാപിക്കുന്നില്ലെങ്കിൽ അവിടെ വരെ പോയത് കൊണ്ട് ഒരർത്ഥവുമില്ല. പ്രൈസ് ലോർഡ്. ഇന്ന് ആരാധനയിലേക്ക് പോകുന്ന ദൈവജനത്തോടും പറയാൻ എനിക്കുള്ള ഒരു വാക്ക്, സ്തോത്രം, നാം അത് പ്രാപിക്കുവാൻ അവിടെ ചെല്ലുന്നത്. സ്തോത്രം. ഈ 23 സങ്കീർത്തനത്തിനകത്തും ആ ഒരു വാക്യം എടുത്തു പറയും. 23 സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യം, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് എന്നെ നടത്തുന്നു. അപ്പം ആ സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തിലേക്ക് ഇടയൻ നടത്താൻ പറ്റും. പക്ഷെ ആ ആട് വേണം ആ വെള്ളം കുടിക്കുക. പ്രാപിക്കുക എന്നുള്ളത് ആ ആട്
വെള്ളത്തിൻ്റെ അരികിൽ നടത്തപ്പെടുന്നു എന്നുള്ള സത്യമാണ്. പക്ഷെ ആടത് കുടിക്കുന്നില്ലെങ്കിൽ വെള്ളത്തിൻ്റെ അരികെ വരെ ചെന്നു എന്ന് മാത്രമേ ഉള്ളൂ. യേശു 2 മക്കളുടെ ഉപമ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് സ്തോത്രം, മൂത്ത മകൻ, അവൻ അപ്പന് നല്ല മകനായിരുന്നു, അപ്പൻ്റെ വീട്ടിൽ നിന്ന് മാറാതെ നിന്നു. എന്നാൽ ഇളയ മകൻ അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൻ വസ്തുവൊക്കെ ചോദിച്ചു, അവൻ ദൂരദേശത്തേക്ക് പോയി. അവൻ അവസാനം തെറ്റൊക്കെ തിരുത്തി അവൻ മടങ്ങി വരുന്നുണ്ട്. തെറ്റതൊക്കെ തിരുത്തി മടങ്ങി വന്ന് അപ്പൻ അവനെ സ്വീകരിക്കുന്നു, അവന് വേണ്ടി കാളയറുക്കുന്നു, അവനെ മുദ്ര പിടിയിക്കുന്നു, വസ്ത്രം ധരിപ്പിക്കുന്നു. വലിയൊരു ഉത്സവമൊക്കെ നടക്കുകയാണ്. ഇത് ഇവിടെ വലിയൊരു ഉത്സവവും വലിയൊരു സന്തോഷവും ഒക്കെ നൃത്തവും ഒക്കെ നടക്കുമ്പോഴാണ് മൂത്ത മകൻ വയലിൽ നിന്ന് വരിക. ഈ മൂത്ത മകൻ വയലിൽ നിന്ന് വരുമ്പോൾ പുറത്തു നിന്നുകൊണ്ട് ചോദ്യം ചോദിക്കും, ഇവിടെ എന്താ സംഭവം? അന്നേരം വേലക്കാർ പറയുന്നു, ഇത് നിന്റെ ഇളയ മകൻ മരിച്ചവനായിരുന്നില്ലേ? അവൻ ദൂരദേശത്തേക്ക് പോയിരുന്നു, അവൻ മരിച്ചുപോയവനെ പോലെ ആയിരുന്നു. ഇതാ അവൻ മടങ്ങി വന്നു. അപ്പൻ ആ സന്തോഷം പങ്കിടുകയും ആ സന്തോഷത്തിൻ്റെ, ഉത്സവത്തിൻ്റെ, നൃത്തത്തിൻ്റെ ശബ്ദമാണ് നീ കേൾക്കുന്നതെന്ന് പറയുമ്പോൾ മൂത്ത മകൻ പറയുന്നൊരു വാക്കുണ്ട്. അത് ഈ പകൽക്കാലം ഇതിനോട് ചേർന്ന് ചിന്തിച്ചാൽ നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൂക്കോസ് 15:29 അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കൽ ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ട നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. നോക്കണം, മൂത്ത മകൻ പറയുക, അവൻ ആ വീട്ടിൽ എല്ലാ രീതിയിലും സന്തോഷത്തിലും സമൃദ്ധി എല്ലാം അവൻ്റേതാണ്. പക്ഷേ അവൻ പറയുകയാണ്, എനിക്കൊരു ആനന്ദത്തിനൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. അവൻ ഇപ്പോഴും ആ വീട്ടിലെ ഒരു അതിഥിയെ പോലെ അല്ലെങ്കിൽ ഒരു വേലക്കാരനെ പോലെയാണ് അവൻ്റെ ആ സംസാരം നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. അവൻ അതൊക്കെ പ്രാപിക്കേണ്ടവനാണ്, അതൊരു അനുഭവിക്കേണ്ടവനാണ്. പക്ഷെ അവൻ അത് അനുഭവിക്കുന്നില്ല. അവൻ ആ വീട്ടിലെ അംഗമാ മകനാ, പക്ഷെ അതൊന്ന് അനുഭവിക്കാൻ അവൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നൊരു ഏറ്റുപറച്ചിൽ അവിടെ കാണുവാനായിട്ട് കഴിയും. അതിന് അപ്പൻ മകനോട് പറയുന്ന ഒരു മറുപടിയുണ്ട്, 31 വാക്യം. അതിനവനോട് അപ്പൻ മകനോട് പറയണം, മകനെ, നീ എപ്പോഴും എന്നോടുകൂടെ ഇരിക്കുന്നു, എനിക്കുള്ളതെല്ലാം നിൻ്റേതാകുന്നു. നോക്ക്, എനിക്കുള്ളതെല്ലാം നിൻ്റേതാകുന്നു. അപ്പോൾ നോക്കണം, ആ അപ്പൻ്റെ ഭവനത്തിൽ താമസിക്കുമ്പോൾ അവന് മനസ്സിലാകാതെ പോയത് അതെല്ലാം അവൻ്റേതാ. അവനൊരു ആട്ടിൻകുട്ടിയെ ചോദിക്കേണ്ട ആവശ്യകത പോയില്ല. അവൻ അതെടുത്ത് അവന് ഭക്ഷണം പാകം ചെയ്ത് അവന് കഴിക്കാം, അവന് സന്തോഷിക്കുക, അത് അവൻ്റെ വീടാണ്. അപ്പോൾ പ്രാപിക്കുക എന്നുള്ളത് വ്യക്തിപരമായ ചിന്തയാണ്. എത്രമാത്രം അനുഗ്രഹങ്ങൾ, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹങ്ങൾ, നന്മകളെല്ലാം ചുറ്റിനുമുണ്ടെങ്കിലും പ്രാപിക്കാൻ അവന് കഴിയുന്നില്ലെങ്കിൽ അത് ആ വ്യക്തിയുടെ കുഴപ്പമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കണം, ഇടയൻ ആടിനെ സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് നടത്തുന്നത്. ശത്രുവിൻ്റെ മുമ്പിൽ ഇടയൻ വിരുന്നൊരുക്കി വച്ചിരിക്കുക, നല്ല ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കഴിക്കുക എന്നുള്ളത് ആ ആടിൻ്റെ കടമയാണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ഇവിടെ നോക്കണം, മൂത്ത പുത്രൻ്റെ കടമയാ അതിനകത്തു നിന്നത് വാരി ഭക്ഷിക്കുക എന്നുള്ളത്, അതിനകത്തു നിന്ന് ആ സന്തോഷം അനുഭവിക്കുക എന്നുള്ളത് മൂത്രപുത്രൻ്റെ കടമയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവൻ അതിന് കഴിയുന്നില്ല എന്നുള്ളത് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, പ്രാപിക്കുക എന്നുള്ളത് വ്യക്തിപരമാണ്. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ സ്തോത്രം അനേക ആളുകളെ സൗഖ്യമാക്കി നമുക്ക് കാണാൻ കഴിയും. പക്ഷേ സ്തോത്രം, അസൗഖ്യമാക്കിയവരുടെ എല്ലാം സ്തോത്രം, അവരെ എല്ലാം നമ്മളൊന്ന് പരിശോധിച്ചാൽ ആവശ്യബോധത്തോടെ യേശുവിൻ്റെ അടുക്കലാണ് അവർ വരിക. ചിലർ യേശുവിൻ്റെ അടുക്കലും നിലവിളിക്കുന്നുണ്ട്. സ്തോത്രം. ഭർത്തിമായി നിലവിളിക്കുന്നുണ്ട്. അവൻ ആവശ്യബോധത്തോടെ നിലവിളിക്കുക, എനിക്ക് കാഴ്ച പ്രാപിക്കണം, എനിക്കത് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് പകൽക്കാലം ഈ പ്രാപിക്കുക എന്നൊരു പദം കേവലം പാസ്റ്റർമാരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികളുടെ ചുമ്മാത് പറയുന്ന ഒരു വാക്കായിട്ടല്ല കാണേണ്ടത്. അത് വ്യക്തിപരമായി അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവീയ നന്മകൾ പ്രാപിക്കേണ്ടതാണ്. സ്തോത്രം. ദൈവീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടതാണ്. ദൈവീയ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പൗലോസ് തന്നെ സ്തോത്രം പറയുന്ന ഒരു പദമുണ്ട്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. പരിശുദ്ധാത്മാവ് എന്നത് വാഗ്ദത്തമാണ്. പ്രൈസ്. അത് പ്രാപിച്ചുവോ എന്ന് ചോദിക്കും. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ മറുപടി പറയും.
എന്നാൽ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ അവർക്ക് ലഭിക്കുന്നതായിട്ട് ഹല്ലേലൂയ നമുക്ക് കാണുവാനിടയായിട്ടുണ്ട്. അപ്പോൾ നോക്കണം, സ്തോത്രം, ആവശ്യബോധത്തോടെ ആഗ്രഹത്തോടെ വില കൊടുത്ത് സ്തോത്രം നേടിയെടുക്കേണ്ടതാണ് ദൈവിക അനുഗ്രഹങ്ങൾ. പ്രൈസ് ലോർഡ്. ആ അനുഗ്രഹത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ നാം അത് അറ്റൈൻ ചെയ്യുക, അത് നമ്മൾ റിസീവ് ചെയ്യുക, അത് നമ്മൾ ഗെയിൻ ചെയ്യുക. ഇതൊക്കെ ആ വ്യക്തിയുടെ ഹല്ലേലൂയ സ്തോത്രം ആഗ്രഹമായിരിക്കും. ആ വ്യക്തിക്ക് അത് ചെയ്യാനായിട്ട് കഴിയും. സ്തോത്രം. ഒരു സഭയിൽ നമ്മൾ പോയാൽ, ആരാധനയിൽ നമ്മൾ പങ്കെടുത്താൽ, സ്തോത്രം, ആ വ്യക്തി അതിനകത്തു നിന്ന് പ്രാപിച്ചെടുക്കണം. ഇന്ന് പകൽക്കാലം വിശുദ്ധ പ്രഭാതത്തിൽ ദൈവത്തോട് പറയാൻ എനിക്ക് ആ വാക്കാവുള്ളത്, ഹല്ലേലൂയ, ആലയത്തിലേക്ക് വരുമ്പോൾ കർത്താവേ എനിക്കിത് പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കുരുടൻ പ്രാപിച്ചതുപോലെ, ആ രക്തസ്രാവ സ്ത്രീ പ്രാപിച്ചതുപോലെ, സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം, പക്ഷവാതക്കാരനായ ആ മനുഷ്യൻ, ഹല്ലേലൂയ, അവൻ രോഗസൗഖ്യം പ്രാപിച്ചതുപോലെ, പ്രൈസ് ദി ലോർഡ്, അവൻ എഴുന്നേറ്റതുപോലെ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്ന ഓരോ വ്യക്തികളും ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങളുടെ വിടുതൽ നിങ്ങൾ തന്നെ പ്രാപിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അത് ആരാധന ആലയത്തിനകത്തുണ്ട്, നമ്മളത് പ്രാപിക്കുക എന്നുള്ളത് നമ്മുടെ കടമ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് അതിന് സഹായമായ എല്ലാ കാര്യവും ചെയ്തു തരും. ഹല്ലേലൂയ. എന്നാൽ നാം അത് അറ്റൈൻ ചെയ്യണം, നാം അത് ഗെയിൻ ചെയ്യണം, നാം അത് റിസീവ് ചെയ്യണം. അതിനായി പകൽക്കാലം ദൈവത്തെ ഈ വാക്ക് സഹായിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ കുറിവാക്യത്തിൽ വായിച്ചതുപോലെ നമുക്ക് നല്ല മഹാപുരോഹിതൻ ആ മേഴ്സി സീറ്റിൽ, ആ കൃപാസനത്തിൽ നിൽക്കുക. സ്തോത്രം. നമ്മൾ അവിടെ വരെ ചെല്ലുകയും ചെയ്തു. പക്ഷേ സ്തോത്രം, നമ്മൾ പ്രാപിച്ചെടുക്കണം. അതിൽ നിന്ന് ഹല്ലേലൂയ, അവനിൽ നിന്ന് സ്തോത്രം, ആ സഹായത്തിനുള്ളത് നമ്മൾ പ്രാപിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രൈസ് ദി ലോർഡ്. മേഴ്സി സീറ്റിൽ മേഴ്സി ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ആ കൃപയുണ്ട്, അവിടെ ആ കരുണയുണ്ട്, അവിടെ ആ ദയയുണ്ട്. സ്തോത്രം. അവിടെ ആ വിടുതലുണ്ട്, അവിടെ ആ നന്മയുണ്ട്. സ്തോത്രം. അവിടെയൊക്കെ നമ്മൾ ചെല്ലുന്നത്. പക്ഷേ നമ്മളത് നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവമാക്കി നമ്മൾ എടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം. അതിലേക്ക് നമുക്ക് കയറാൻ ദൈവമക്കളെ സ്തോത്രം. പരിശുദ്ധാത്മാവ് ആ മേഖലകൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, പ്രാപിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ്. അങ്ങ് എല്ലാം ഒരുക്കി തരും, എന്നാൽ അത് പ്രാപിച്ചെടുക്കുക എന്നത് ഞങ്ങളുടെ കടമയാണ്. അതിനുവേണ്ടി ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. വിശുദ്ധ പ്രഭാതത്തിൽ ആ ചിന്ത ആഴത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞ് അത് പ്രാപിച്ച് അനുഗ്രഹം ഹല്ലേലൂയ സ്തോത്രം ലഭിക്കുവാൻ ഹല്ലേലൂയ ഞങ്ങളെ സഹായിക്കണം. ജനത്തിന് ആ ബോധ്യം ദൈവം കൊടുക്കുന്ന ഓർത്തു സ്തോത്രം. മഹത്വം അങ്ങക്ക് യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു പ്രഭാതം ദൈവജനത്തിന് തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.